അനക്ക് കല്യാണം കഴിക്കാൻ പോവാണ്. എന്നാലും കല്യാണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ബ്രൈഡ് ടു ബി ഷൂട്ടാണ്. ഞങ്ങൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. മഞ്ചേരി മലബാർ ഹെറിറ്റേജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ബ്രൈഡ് ടു ബി ഷൂട്ട്. കുറച്ച് ഫ്രണ്ട്സും കുറച്ച് കസിൻസും മാത്രമുള്ള ഒരു ഷൂട്ടായിരുന്നേ. ഈ ഒരു കളർ തീമായിരുന്നു കേട്ടോ ഞങ്ങളെ കോസ്റ്റ്യൂം. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോയിൽ കാണാൻ. അനഘേൻ്റെ ഓരോ ഫംഗ്ഷനും എങ്ങനെ വേണം എന്നുള്ളത് നല്ല ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ല പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അനഘ തന്നെയാണ് ഈ ഒരു കളറൊക്കെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും അനഘയും ഒരേ നാട്ടുകാരാണെങ്കിലും കോളേജിൽ വന്നിട്ടാണ് ഞങ്ങൾ കമ്പനി ആകുന്നത്. അതും കോളേജിൻ്റെ ലാസ്റ്റ് ഇയർ ആയപ്പോഴേക്കാണ് ഞങ്ങൾ 3 പേരും ഇത്ര കമ്പനി ആയത്. കോളേജ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 3 പേരുള്ളൊരു ഗ്രൂപ്പായത്. ഗ്രീഷ്മയും അനഘയും ശ്രീനയും. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ ആ ഗ്രൂപ്പ് എന്നും ആക്റ്റീവാണ്. എന്നും പറഞ്ഞാൽ എന്നും ഞങ്ങൾ സംസാരിക്കാത്തതായിട്ട് ഒരു ദിവസം പോലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡെയിലി ഞങ്ങളെ എല്ലാ കാര്യവും വന്ന് ഷെയർ ചെയ്യുന്നത് ആ ഗ്രൂപ്പിലാണ്. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. സ്നേഹത്തിന്റെ ഒരു എന്താ പറയാ അടയാളം, അല്ലെങ്കിൽ ചേച്ചിനെ കണ്ട് പഠിക്കണം എന്നൊക്കെ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് സ്നേഹനിധിയാണ്. ഇത് അനഘേൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവൾ പറഞ്ഞ പോലെ തന്നെയാണ് അനഘ, വളരെ പാവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു നല്ല ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ രണ്ടുപേരും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട്സാണ്. അപ്പോൾ എന്തായാലും അനഘൻ്റെ ഈ ഒരു ഫംഗ്ഷനും കല്യാണവും ഒക്കെ ഞങ്ങൾ വളരെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പറഞ്ഞ് അനഘൻ്റെ കല്യാണം ഇങ്ങോട്ട് എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ്. ബ്രൈഡ് ടു ബി ഷൂട്ട് കഴിഞ്ഞിട്ട് അനഘേൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞാനും ഗ്രീഷ്മയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈ പറഞ്ഞു പോയി. ഇനി ഹൽദിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഗ്രീഷ്മയ്ക്ക് ഹൽദിക്ക് വരാൻ പറ്റിയില്ല. ഹൽദീൻ്റെ മൊത്തം ഷൂട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളാണ്. ഇത് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നേ. മെയിൻ ഫംഗ്ഷൻ കല്യാണത്തിൻ്റെ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് കണ്ടിട്ട് വരാം.